ഇടപ്പള്ളിക്കോട്ടയിൽ പില്ലർ എലിവേറ്റർ ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് യോഗം സംഘടിപ്പിച്ചു. നാഷണൽ ഹൈവേ ഫ്ലൈ ഓവർ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് യോഗം നടത്തിയത്. ഇടപ്പള്ളിക്കോട്ടയിൽ പില്ലറിലുള്ള ഫ്ലൈ ഓവർ നിർമ്മിക്കുക, വൻമതിൽ കെട്ടിയുള്ള ഉയരപ്പാത നിർമ്മാണം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇടപ്പള്ളിക്കോട്ട നാഷണൽ ഹൈവേ ഫ്ലൈ ഓവർ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ യോഗം സംഘടിപ്പിച്ചത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA യോഗം ഉദ്ഘാടനം ചെയ്തു. കുറേയേറെ ആശങ്കകൾ ഇവിടുത്തെ കോടതികൾ തന്നെ പ്രകടിപ്പിക്കുകയും അതിൻ്റെ ഫലമായി വലിയ രീതിയിലുള്ള എൻക്വയറിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നാം മനസ്സിലാക്കുന്നത് സംസ്ഥാനത്ത് മലപ്പുറം ജില്ലയിൽ ഇതുപോലെ എലിവേറ്റഡ് ഹൈവേ ഇടിഞ്ഞു പോയതിൻ്റെ ഭാഗമായി അന്ന് തന്നെ കാൺപൂർ IITയുടെയും ഡൽഹി IITയുടെയും അതുപോലെ പാലക്കാട് IITയുടെയും നേതൃത്വത്തിൽ ഏതാണ്ട് 12ഓളം വിദഗ്ധർ, ജിയോളജിയിൽ വിദഗ്ധരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ അവരുടെ നേതൃത്വത്തിൽ 12 ടീമായി തന്നെ തിരിഞ്ഞുകൊണ്ട് മണ്ണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നിലവിൽ നിർമ്മിച്ച അടിപ്പാതകൾ പുനഃസൃഷ്ടിക്കേണ്ടതുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പരിശോധന നടക്കുന്നത്. ചവറ മണ്ഡലത്തിലും ശക്തികുളങ്ങരയിൽ ഇതിനോടകം തന്നെ ബോറൊക്കെ കൊണ്ടിട്ടിട്ട് 2 ആഴ്ചയായി. ഇതിൻ്റെ മണ്ണ് കുഴിച്ച് പരിശോധിക്കുന്നതിൻ്റെ ബോറൊക്കെ 2 ആഴ്ച മുമ്പ് കൊണ്ടിട്ടതാണ്. ഇതുവരെ അതിൻ്റെ പരിശോധന തുടങ്ങിയില്ല. മെയ് മാസത്തിന് മുമ്പ് പരിശോധിച്ച് റിപ്പോർട്ട് അവതരിപ്പിച്ച് മണ്ണ് സ്റ്റേബിൾ അല്ലാത്ത സ്ഥലങ്ങളിൽ മാത്രം, അതായത് മണ്ണിൻ്റെ ഘടന വളരെ മോശമായ സ്ഥലങ്ങളിൽ മാത്രം എലിവേറ്റഡ് ഹൈവേ ആക്കണം. ഇപ്പം നിർമ്മിച്ചിരിക്കുന്നതാണെങ്കിൽ പോലും അത് പൊളിച്ചു മാറ്റണം എന്നുള്ളതാണ്. ആക്ഷൻ കൗൺസിൽ ചെയർമാൻ സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു. ദുരിതപൂർണമായ അവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോഴും എല്ലാം സഹിച്ചും എല്ലാം ക്ഷമിച്ചും ഹൈവേ നിർമ്മാണത്തിന്റെ പേരിൽ ഈ നാടിന് നാളെ ഉണ്ടാകാൻ പോകുന്ന വലിയ നേട്ടം എന്ന പേരിൽ നാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ്. ഒരുപക്ഷെ ഒരു സ്വകാര്യ കമ്പനിയോ അല്ലെങ്കിൽ ഇവിടുത്തെ അധികാരികളോ വേണ്ടത്ര മര്യാദ ഈ നാടിനോട് കാണിക്കാതെയാണ് പല ഘട്ടങ്ങളിലും ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. ഇത് നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്കോ നമ്മുടെ നാടിന്റെ പ്രത്യേകതകൾക്കോ യോജിക്കാത്ത നിലയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വടക്കേ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരം പോലെ ആൾ താമസം കുറഞ്ഞ ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശങ്ങളിലെ നിർമ്മാണം പോലെ ഈ പ്രദേശത്ത് ആരംഭിക്കപ്പെട്ട നിർമ്മാണത്തിനിടയിൽ നമ്മുടെ ഈ തെരുവീഥികളിൽ തന്നെ നിരവധി ജീവനുകൾ പൊലിഞ്ഞുപോയത് നമുക്കറിയാം. അശാസ്ത്രീയമായ നിർമ്മാണങ്ങളും നിരുത്തരവാദപരമായ പെരുമാറ്റങ്ങളും കരാറുകാരുടെ ഭാഗത്തു നിന്നും അതുപോലെ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതിന്റെ പരിണിത ഫലങ്ങളാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൺവീനർ ഷംന റാഫി സ്വാഗതം പറഞ്ഞു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംല നൌഷാദ്, രമേശ് ബാബു, സലാഹുദ്ദീൻ, ശ്രീകുമാർ, സൂരജ്, താജ് പോരൂക്കര, മോഹനകുമാർ, വെറ്റമുക്ക് സോമൻ, ജാസ്മിൻ വേലിശ്ശേരി, ശാലിനി, ഐറിൻ, ശ്രീകല, സൗമ്യ, തദ്ദേശ സ്വയംഭരണ പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.